ഹായ് ഫ്രണ്ട്സ്, ഏക്കർ കണക്കിന് മുന്തിരിപ്പാടത്ത് മുന്തിരി നന്നായി പഴുത്ത് തുടുത്ത് കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? അവിടുത്തെ കുറച്ച് വിശേഷമാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. കമ്പം തേനി റൂട്ടിൽ മെയിൻ ഹൈവേയുടെ സൈഡിലായിട്ടാണ് MSR എന്ന് പറയുന്ന ഈ മുന്തിരിത്തോട്ടം ഉള്ളത്. നമ്മുടെ കണ്ണെത്താ ദൂരത്തോട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് കേട്ടോ ഈ മുന്തിരിപ്പാടം. ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിസിറ്റേഴ്സ് ഇവിടെ വന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോകുന്നുണ്ട്. ഒരുപാട് മുന്തിരിത്തോട്ടം ഉള്ള ഒരു ഏരിയ ആണ് ഇത്. ഇതൊക്കെ കണ്ട് ആസ്വദിക്കാനായിട്ട് 1 രൂപ പോലും എൻട്രി ഫീസ് ഇല്ല എന്നുള്ളതാണ് മെയിൻ അട്രാക്ഷൻ. ആകെ ഒരു കണ്ടീഷനുള്ളത് മുന്തിരി പറിക്കരുത് എന്നുള്ളതാണ്. ഓരോ സെക്ഷൻ തിരിച്ചാണ് ഇവിടെ ഈ മുന്തിരി കൃഷി ചെയ്യുന്നത്. ഈ ഒരു സെക്ഷൻ മൊത്തം പുതിയ മുന്തിരികൾ ഉണ്ടാവാനായിട്ട് കട്ട് ചെയ്ത് ഒരുക്കി നിർത്തിയിട്ടുള്ളതാണ്. ഒരു ഏരിയയിൽ ഇങ്ങനെ പച്ച മുന്തിരി നമുക്ക് കാണാൻ പറ്റും. വേറെ ചിലതിൽ ഇങ്ങനെ പൂവിട്ട് വിരിഞ്ഞ് ഇങ്ങനെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഓൾമോസ്റ്റ് 120 days ആണ് ഓരോ മുന്തിരിയും പാകമാവാനുള്ള സമയം. അതുപോലെ തന്നെ ഓരോ മുന്തിരിച്ചെടിക്കും 25 വർഷം വരെ കാലാവധി ഉണ്ട് എന്നാണ് ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞത്. അങ്ങനെ ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെയാണ് ഒരു പന്തലിൽ നിന്ന് തന്നെ ഇവർ വിളവെടുപ്പ് നടത്തുന്നത്. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ടാണ് മുന്തിരി പറിച്ചെടുക്കുന്നതൊക്കെ. നല്ല ഫ്രഷ് ഗ്രേപ്പ് ജ്യൂസും അതുപോലെ തന്നെ ഗ്രേപ്സും നമുക്ക് ഇവിടെ നിന്ന് പൈസ കൊടുത്ത് വാങ്ങാവുന്നതാണ്. ഗ്രേപ്പ് ജ്യൂസൊക്കെ കുടിച്ച് അവിടെ ഇരുന്നപ്പോഴാണ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ പരിചയപ്പെട്ടത്. അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് നല്ല കമ്പനിയായി. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഒരുപാട് എൻജോയ് ചെയ്തു. ഈ ഒരു ഏരിയയിലാണ് ഇങ്ങനെ പഴുത്തു തുടുത്ത മുന്തിരിക്കൊലകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേക ക്രമീകരണങ്ങളോട് കൂടിയിട്ടാണ് ഈ മുന്തിരികൾ ഇവിടെ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സീസണിൽ വന്നാലും നമുക്കിവിടെ ഇങ്ങനെ പഴുത്തു തുടുത്ത മുന്തിരിക്കൊലകൾ കാണാൻ പറ്റും കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ് അതൊക്കെ കാണാനായിട്ട്. മുന്തിരിക്കൊലകളിൽ തൊടരുത് എന്ന് പറഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൈ അങ്ങോട്ട് പോവും. പക്ഷെ ആരും അത് പറിക്കാൻ ശ്രമിക്കരുത്. ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഫോട്ടോസും വീഡിയോസും എടുക്കാതെ ഒരാൾ പോലും പുറത്ത് പോവില്ല കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ്. പുറത്ത് നല്ല ചൂടാണെങ്കിലും ഇതിനകത്ത് ഒരു പ്രത്യേക കൂളിംഗ് എഫക്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു 1 day ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് വരുന്നവരാണെങ്കിൽ ഈ ഒരു പ്ലേസ് വേർത്താണ്. ചൂസ് ചെയ്യാനായിട്ട് മടിക്കേ വേണ്ട. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. ബൈ.